അറ്റം വരെ ആവാൻ പറ്റും. വളരെ കുറവാണ്. ആ ഇന്നത്തെ എൻ്റെ യാത്ര എറണാകുളം ജില്ലയിലെ വളന്തുകാട് ദ്വീപിലേക്കാണ്. കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരം മാത്രമേ ഈ മനോഹര ഗ്രാമത്തിലേക്കുള്ളൂ. പ്രകൃതിയാൽ അനുഗ്രഹീതമായ ഈ ഒരു ദ്വീപിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ദ്വീപിലേക്ക് നമുക്ക് വള്ളത്തിൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ യാത്ര ആരംഭിക്കുന്നത് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ്. നമ്മുടെ ഈ വള്ളം തുഴയുന്ന ചേട്ടൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. കായൽക്കാറ്റേറ്റും കൃഷ്ണൻ ചേട്ടൻ ദ്വീപിനെ പറ്റി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും കേട്ടു അങ്ങനെ യാത്ര തുടർന്നു. അങ്ങനെ വളന്തകാട് ദ്വീപിലെ കടവിലിറങ്ങി മുന്നോട്ടുള്ള വഴിയിലൂടെ നടന്നു. കായലിലേക്ക് പോകുന്ന തോടിൻ്റെ സൈഡിലൂടെയുള്ള വരമ്പാണിത്. ഇടത്തുവശത്ത് കാണുന്നത് മീൻ കൃഷി ചെയ്യുന്ന കണ്ടമാണ്. വളന്തകാട് ദ്വീപിന് ഓക്സിജൻ പാർലർ എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. റോഡിനപ്പുറം കണ്ടൽക്കാടുകളാണ്. ഇത് ഇവിടുത്തെ പഴയൊരു ഹെൽത്ത് സെന്ററാണ്. ഇപ്പോൾ ഇത് തുറന്നു പ്രവർത്തിക്കുന്നില്ല. ഇവിടുത്തെ വീടുകൾ മിക്കതും ഓടുകൊണ്ട് മേഞ്ഞ് പഴയ രീതിയിലുള്ള വീടുകളാണ്. വാർത്ത വീടുകൾ വളരെ ചുരുക്കം മാത്രമേ ഇവിടെയുള്ളൂ. പോകുന്ന വഴിയിൽ തോടിന് കുറുകെ മനോഹരമായ ഒരു പാലം കണ്ടു. മരം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു വീട്ടിലേക്കുള്ള വഴിയാണ്. പാലം കടന്ന് ഞാൻ കുറച്ചു ദൂരം നടന്നു നോക്കി. ദൂരെ മനോഹരമായ ഓടുമേഞ്ഞ ഒരു വീട് കാണാം. തിരികെ പാലത്തിലെത്തിയപ്പോൾ 2 കുട്ടികൾ സൈക്കിൾ ചവിട്ടി വരുന്നത് കണ്ടു. മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടത്തെ ഒരു അമ്പലം കാണാമെന്ന് ഇവർ എന്നോട് പറഞ്ഞു. കുട്ടികൾ ഇരുവരും എറണാകുളത്തുള്ള ഏതോ സ്കൂളിൽ പഠിക്കുകയാണ്. വള്ളത്തിൽ അക്കരെ എത്തി അവിടുന്ന് വണ്ടിക്കാണ് ഇവർ ദിവസവും സ്കൂളിലേക്ക് പോകുന്നത്. ഇരുവശങ്ങളിലും വെള്ളമാണ്. വരമ്പിന്റെ ഓരത്തെല്ലാം തെങ്ങുകൾ നിൽക്കുന്നുണ്ട്. ഇടത്തുവശത്ത് മനോഹരമായ വെള്ള പെയിന്റടിച്ച ഒരു വീട് കണ്ടു. മുന്നിലെ തോട്ടിൽ 3-5 ചെറുവഞ്ചികൾ കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. അങ്ങനെ നടന്ന് ഈ നാട്ടിലെ ക്ഷേത്രത്തിനടുത്തെത്തി. ക്ഷേത്രത്തിന് മുൻവശത്തായി ചെറിയൊരു കുളവും കാണാം. മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കാറുണ്ട് ഇവിടെയും. ഈ വളന്തകാട് ദ്വീപിൽ ആകെ 45 കുടുംബങ്ങളേ ഉള്ളൂ. എറണാകുളത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇവിടെ മോട്ടോർ വാഹനങ്ങളില്ല, വലിയ വലിയ കെട്ടിടങ്ങളില്ല. ഇവിടുത്തെ ആളുകൾ നടന്നും വള്ളത്തിലുമൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. നഗരത്തിന്റെ ഒച്ചയും ബഹളത്തിൽ നിന്നൊക്കെ മാറി ശാന്തമായ ഒരു പ്രദേശം. ക്ഷേത്രത്തിന്റെ മുന്നിലായി മനോഹരമായ ഓടുമേഞ്ഞ ഒരു വീട് കാണാം. ഇതുപോലെയുള്ള വീടുകളെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോവുകയാണല്ലോ. ഇത് ഈ നാട്ടിലെ മറ്റൊരു വഴിയാണ്. വഴിയുടെ ഇരുവശവും വേലികൾ കെട്ടിയിട്ടുണ്ട്. ഷീറ്റ് കൊണ്ടും നീളമുള്ള തുണികൾ കൊണ്ടുമാണ് വേലി കെട്ടിയിരിക്കുന്നത്. ഈ ദ്വീപിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും പോകുന്നത് ഓരോ വീടുകളും വേലി കൊണ്ട് മറച്ചിരിക്കുകയാണ്. വീടുകളിലേക്ക് പോകാനായിട്ട് തോടിന് കുറുവെ മരം കൊണ്ടുള്ള ചെറിയ പാലങ്ങളുണ്ട്. പൊതുവെ മഴക്കാലത്തും വെയിലേറ്റ സമയങ്ങളിലും ഇവിടെ വെള്ളം പൊങ്ങാറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ഇതാണ് ഇവിടുത്തെ ഹെൽത്ത് സെന്റർ. ചെറിയ ചെറിയ അസുഖങ്ങൾക്കും വാക്സിനേഷനും മറ്റും ഇവിടുത്തെ ആളുകൾ ഈ ഹെൽത്ത് സെന്ററിലാണ് വരുന്നത്. ഇത് ഇവിടുത്തെ മറ്റൊരു വഴിയാണ്. വഴിക്ക് കുറുകെ വലിയ വലിയ തെങ്ങുകൾ ചാഞ്ഞു നിൽപ്പുണ്ട്. ഈ വഴി നടന്നു ചെന്നപ്പോൾ കണ്ടത് ഒരു ഷെഡാണ്. ഷെഡിന് മുന്നിലായി കക്കയുടെ തോടുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. ഇതാണ് വളന്തുകാട് ദ്വീപിലേക്കുള്ള ഒരേ ഒരു പാലം. പക്ഷേ പാലം പണി പൂർത്തിയായിട്ടില്ല. പാലത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ആളുകൾക്ക് കടത്തുവെള്ളം ആശ്രയിക്കാതെ അക്കരെ പോകാൻ പറ്റും.
ഇതാണ് ദ്വീപിലെ ഒരേ ഒരു ടൈൽ വിരിച്ച റോഡ്. ഇവിടെയും ഒരു കടത്തുണ്ട്. മരട് ഭാഗങ്ങളിലേക്ക് പോകേണ്ടവർക്ക് ഈ കടവിൽ നിന്ന് വള്ളത്തിൽ അക്കരെ പോകാവുന്നതാണ്. ഇത് വളന്തുകാട് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ച റോഡാണിത്. എന്തായാലും ഇത്രയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ സമയം 5 മണിയോടടുത്തു. വൈകുന്നേരമായപ്പോൾ മഴ പെയ്യാനുള്ള ചെറിയ ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. ഉടനെ തന്നെ കടവിലെത്തണം. പ്രകൃതി സുന്ദരമായ ഈ നാടിനോട് വിട പറയാനുള്ള സമയമായി. ഞാൻ ചെല്ലുമ്പോൾ കൃഷ്ണൻ ചേട്ടൻ ഇക്കരെ കടവിൽ ഇരിപ്പുണ്ട്. ഇനി മറ്റൊരിക്കൽ വരാമെന്നും പറഞ്ഞ് കൃഷ്ണൻ ചേട്ടനോടും യാത്ര പറഞ്ഞു. വളന്തുകാടിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് മരട് വഴിയോ അല്ലെങ്കിൽ നെട്ടൂര് വഴിയോ കടത്തു കയറി വരാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക.